കാലത്ത് തന്നെ ഞാൻ എണീറ്റിട്ട് നമ്മുടെ കിച്ചണിൽ വരുമ്പോൾ കേൾക്കണ സൗണ്ടാണ് കേട്ടോ അത്. ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ആകെ പേടിച്ചു കേട്ടോ, എന്താ ഒരു തട്ടലും മുട്ടലും എവിടെ നിന്നാണോ ആരാണാവോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായി ഇങ്ങോരാണ്, ഈ ഒരു പൂത്താങ്കിരിയാണ് കേട്ടോ. ഡെയിലി വന്നിട്ട് ഈ ആശാരിമാരൊക്കെ മരത്തും ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കില്ല, അതുപോലെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ വർക്ക് ഏരിയയുടെ വിൻഡോയുടെ ഗ്ലാസ് ആണ് കേട്ടോ ഇത്. അപ്പം അതിൽ സ്വയം അതിനെ തന്നെ നോക്കിയിട്ട് കുത്തുന്നതാണ്. നമ്മൾ ഈ വണ്ടിയുടെ മിററിലൊക്കെ വന്ന് കിളികൾ കുത്തുന്നത് കാണാറില്ലേ, അത് തന്നെയാണ് കേട്ടോ പരിപാടി. അപ്പം ആള് നമ്മളെ ഒന്നും കാണില്ല, പിന്നെ ആ ഗ്ലാസ് തുറന്നു കഴിഞ്ഞാലോ തട്ടി കഴിഞ്ഞാലോ ഒക്കെ ആള് പറന്നു പോകട്ടെ. ആമിക്കുട്ടിക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടം. കാലത്ത് തന്നെ വന്നവളോടെ കയറിയിരിക്കും കേട്ടോ, കിളി ഇങ്ങനെ കുത്തി സൗണ്ട് ഉണ്ടാക്കുന്നത് കാണാനായിട്ട്. അപ്പം അതേപോലെ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ കയറിയതിന് ശേഷം സൺഡേസിലാണ് നമുക്ക് ഒഴിവുള്ളൂ. അതുകൊണ്ട് ആ ഒരു ദിവസം നോക്കിയിട്ടാണ് നമ്മൾ ഫുൾ ഡേ വ്ളോഗ് ചെയ്യുന്നത്. അത് മാത്രമല്ല സൺഡേ ആകുമ്പോൾ കുറച്ച് എക്സ്ട്രാ ആക്ടിവിറ്റീസ് കൂടി ഉണ്ടാവുമല്ലോ. ആമിക്കുട്ടി ഉണ്ടാവും വീട്ടിൽ, അതുപോലെ ഞാനും ചേട്ടനും എല്ലാവരും ഉണ്ടാകും. നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവും. അപ്പോൾ കരുതി സൺഡേ തന്നെ ആവാമെന്ന്. ഇന്നും നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ, അമ്പലങ്ങളിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല കേട്ടോ. ഇന്നൊരു സൺഡേ ആണ്, അതാണ് ഒരു ഫുൾ ഡേ വ്ളോഗ് എടുക്കാമെന്ന് കരുതിയത്. ഞങ്ങൾ എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. എണീറ്റു ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇൻട്രോ എടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ കെട്ടിയിരുന്നതാണ്. ആമിക്കുട്ടീനെ കണ്ടില്ലേ, ആമിക്കുട്ടി എൻ്റെ ഒപ്പം തന്നെ എണീറ്റ് കേട്ടോ. നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്, സൺഡേ ആയതുകൊണ്ട്. അങ്ങനെ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ആമിക്കിടല്ലോ ബ്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. അത് 2 നേരം തേക്കാന്നൊക്കെ പറഞ്ഞാൽ അവൾ ഇങ്ങനെ ചിണുങ്ങി നിൽക്കും. ഇപ്പോൾ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകണ നേരത്തൊക്കെ എനിക്ക് തിക്കും തിരക്കൊക്കെ ആയിരിക്കും. പക്ഷേ ഇവൾ എന്നെ ബ്രഷ് ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഓഫുള്ള ദിവസങ്ങളിൽ മാത്രമേ ഒരുമിച്ച് ബ്രഷ് ചെയ്യാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ നമ്മൾ തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, അമ്മ വായോ നമുക്ക് ഒരുമിച്ച് ബ്രഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. ആമിക്കുട്ടി തന്നെയാണ് കേട്ടോ ബ്രഷ് ചെയ്യാറുള്ളത്. ചില ദിവസങ്ങളിൽ മാത്രം എന്തെങ്കിലും ഫുഡിൻ്റെ ഐറ്റംസ്, ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അണപ്പല്ലിലൊക്കെ എത്തില്ലല്ലോ അവൾ തേക്കുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കൂട്ടാ. നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ഒന്നല്ല അവൾ യൂസ് ചെയ്യണത്. കുട്ടികൾക്കായിട്ട് നമ്മൾ വാങ്ങിക്കില്ല, ചിൽഡ്രൻസിൻ്റെ ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യണത്. ഞങ്ങൾ യൂസ് ചെയ്യണത് RCMൻ്റെ നമ്മുടെ എന്താ പറയുക, കരയാമ്പൂല്ലേ, അതിൻ്റെ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര എരിയാന്നും പറഞ്ഞിട്ട് ഇവളത് തീരെ യൂസ് ചെയ്യില്ല. കോൾഗേറ്റ് ആണെങ്കിലും ഇനി അത് മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് കുട്ടികളുടെ പേസ്റ്റ് തന്നെ വെച്ച് പല്ലേപ്പിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആളങ്ങനെ ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അവിടെ ഇരിപ്പാണ് കേട്ടോ. ഞാൻ കുറച്ച് നാളികേരം ചെരുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് വേഗം തിക്കും തിരക്കെടുത്ത് പണികളൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ചേട്ടൻ ഇതുവരെ എണീറ്റിട്ടില്ല. ചേട്ടൻ എണീക്കുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കണം. പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ്. സാധാരണ ഞാൻ നാളികേരം ഇങ്ങനെ ചെരുകി വെക്കലാണ് പരിപാടി കേട്ടോ. ഇപ്പം നാളികേരത്ത് മാത്രമല്ല, എന്താണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും സംഭവങ്ങൾ, സവാള, ഉള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നാക്കി പീസാക്കി ഞാൻ ബോക്സിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ, സ്റ്റോർ ചെയ്യും. അങ്ങനെ ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുക ഒക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പം നമുക്ക് ഡ്യൂട്ടിക്ക് പോകുകൊണ്ട് അതിനൊന്നും ഇരുന്ന് അരിഞ്ഞിരിക്കാനുള്ള നേരമൊന്നും കിട്ടാറില്ല. അപ്പോൾ സൺഡേസൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ അരിഞ്ഞിങ്ങനെ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വേഗം ചെയ്തിട്ട് പോകാമല്ലോ. അപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണികൾ തീരും അങ്ങനെ ചെയ്ത് വെച്ചാൽ. നല്ലതല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതേ നടപടി ആവുള്ളൂ. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് അരിപ്പൊടി എടുത്തു, നാളികേരം ഞാൻ സാധാരണ ഇങ്ങനെ ശരിക്കും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ അത് തീർന്നു, ഒരു കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പുട്ടിക്ക് ആവശ്യത്തിന് വേണ്ടത് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് പുട്ടിക്ക് ഉണ്ടല്ലോ നമ്മുടെ ചുവന്നുള്ളി ചതച്ചിടുക, ജീരകം ഇടുക, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു ഫ്ലേവറൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ചേട്ടൻ എണീക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പരിപാടികളൊക്കെ തീർക്കണം, അല്ലെങ്കിൽ അപ്പോഴും ഇതൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിൽ എനിക്ക് ചീത്ത കേൾക്കൂട്ടാ, ഇനി ഇറങ്ങാൻ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കും. നമ്മളിന്ന് മെയിനായിട്ട് പോകാൻ വിചാരിച്ചുള്ളത് ത്രിപുര ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. വേറെ കുറേ അമ്പലങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്, പക്ഷെ നടക്കണേൽ മുന്നേ എത്താൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പോയി തൊഴാം. ഭക്തി ഈയിടെയായിട്ട് വല്ലാണ്ട് കുറവാണ്. അപ്പോൾ നമ്മൾ കരുതി ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ എന്തായാലും കുറച്ച് അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാമെന്ന്. ആമിക്കുട്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ വന്നെടുത്ത് തിന്നൂട്ടോ, പച്ചയ്ക്ക് എടുത്ത് തിന്നും. ഇപ്പോൾ മാഗി, അതുപോലെ നമ്മൾ സേമിയര ആ ഒരു വേർമീസലി വെക്കില്ലേ, അതൊക്കെ ആളെടുത്ത് കഴിക്കൂട്ടാ. പച്ചരിയൊക്കെ തിന്നും. അപ്പം ഞാൻ ചെയ്തേക്കും ഇങ്ങനെ പച്ചയ്ക്ക് വന്ന് തിന്നുമ്പോഴേ. പച്ചക്കറികളൊക്കെ തിന്നണത് കുഴപ്പമില്ല. ആമിക്കാണെങ്കിൽ സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തയക്കാം മിക്കപ്പോഴും ഈ പുട്ടായിരിക്കും കേട്ടോ. പുട്ട് അല്ലെങ്കിൽ ദോശ, ഇഡലി, അതാണ് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കാറുള്ളത്. കാരണം നോൺ വെജ് ഐറ്റംസ് ഒന്നും കൊടുത്തയക്കാൻ പറ്റില്ല. പിന്നെ മാഗി അങ്ങനെയുള്ള ഐറ്റംസ് വയ്ക്കില്ലേ, ബിസ്ക്കറ്റ് സംഭവങ്ങളൊന്നും അവിടെ കയറ്റില്ല കേട്ടോ. ഞാൻ എളുപ്പപ്പണിക്കായിട്ട് ഇങ്ങനെ വെതറിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് സ്റ്റീമറിൽ. പുട്ടുകുറ്റിയിൽ കയറ്റി കുത്തിയെടുക്കാനുള്ള എന്താ പറയുക സാവകാശം നമുക്കില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ വെതറിയിട്ട് സ്റ്റീമറിൽ വേവിച്ചെടുക്കാനായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. എളുപ്പപ്പണിയാണ്. ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ സ്ഥിരം ഞാനിങ്ങനെ ചെയ്യാം. മറ്റേതാകുമ്പോൾ പണിയാണല്ലോ. പിന്നെ ആമിക്കുട്ടിയുടെ ഒരു ഡ്രസ്സ് നമ്മൾ തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് തേക്കുമ്പോഴൊക്കെ അവൾ പറയണത് വേണ്ട 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇത് തന്നെ ഇടുന്ന ഒരു ഉറപ്പുമില്ല. ഈ ബാഗിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ പലപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് ഡ്രസ്സ് അവൾക്ക് തേച്ച് വയ്ക്കും പുറത്ത് പോകുമ്പോൾ ഇടാനായിട്ട്. പക്ഷെ അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. അവസാനം നമ്മൾ മാറ്റേണ്ടി വരും. കുറേ പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ. ഇന്നലെ ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ നൈറ്റ് ആവുമല്ലോ, 7:30 7:45 ആവും ഞാൻ എത്തുമ്പോഴും. അപ്പോൾ വല്ലാണ്ട് ക്ഷീണമായിരുന്നു. കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ കുറേ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ വാട്ടറിൽ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നത് സോപ്പ് ഇട്ട് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. ആമിക്കുട്ടി ഇങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകുമ്പോൾ അടുത്ത് വന്ന് അവിടെ എന്താ പറയുക കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് കുറേ വർത്തമാനങ്ങൾ പറയും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യത്തിൽ ഒരാളുണ്ടെങ്കിൽ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുക ഒരാളുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ വേഗം കഴിയും. നമുക്കതൊരു ഭാരമായിട്ടൊന്നും തോന്നില്ല. ആമിക്കുട്ടി ഇല്ലാത്ത ദിവസങ്ങളൊക്കെ എനിക്ക് ബോറടിക്കും കേട്ടോ. അവളെ ശരിക്കും മിസ് ചെയ്യാറുണ്ട്. കാരണം ഇങ്ങനെ വന്നിരുന്ന വർത്തമാനങ്ങൾ കുറേ സ്കൂളിലെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ കുറേ ഡൗട്ടാണ് ആൾക്ക്. എവിടെ പോയാലും എന്ത് ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇതെന്തിനാ അതെന്തിനാ അങ്ങനെ വാദോരാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവള് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആമിക്കുട്ടി വീട്ടിലാണ് കേട്ടോ ഇറങ്ങാറ്. ചില ദിവസങ്ങളിൽ അവൾ ഇങ്ങോട്ട് വരില്ല കേട്ടോ. അവിടെ വീട്ടിൽ തന്നെ അവിടെ സെറ്റാവും, അവിടെ നിൽക്കും അവൾ. ഇടയ്ക്ക് അങ്ങനെ വാശിയാണ് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിർത്തും കേട്ടോ. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് ശരിക്കും അവളെ മിസ് ചെയ്യാറുണ്ട്. അവൾക്ക് അവിടെ ഓടി നടക്കാൻ കുറേ നല്ല ഫ്രീഡം ഉണ്ടല്ലോ, കുറേ സ്പേസ് ഉണ്ട്. കളിക്കാനാണെങ്കിലും ഓടി നടക്കാനാണെങ്കിലും ഇല പൊട്ടിക്കാനും ഒക്കെ താഴെ പോയി കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറക്കില്ല കേട്ടോ. എനിക്ക് ടെൻഷൻ, ഞാൻ ഒറ്റയ്ക്ക് ഒരാളല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവളുടെ എവിടെയെങ്കിലും പോയി വീട് തട്ടി ഇടിക്കുക അങ്ങനെ ചെയ്താലോ എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ അധികം പുറത്തേക്ക് വിടില്ല. അതാണ് കാര്യം. അപ്പോൾ നമ്മൾ ചായ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കട്ടൻ കാപ്പി എന്തെങ്കിലുമൊക്കെ വേണം, നിർബന്ധമാണ്. എനിക്ക് മാത്രമായിട്ടാണ് വെക്കുന്നത്. ആമിക്കുട്ടി അങ്ങനെ ചായ ഒന്നും കുടിക്കില്ല, ചില ദിവസങ്ങളിലൊക്കെ കുടിക്കുള്ളൂ. അപ്പോൾ കാപ്പിയല്ല കട്ടൻ ചായയാണ് കേട്ടോ. അത് കുറച്ച് ഏലക്കായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കണം എനിക്ക് അങ്ങനെ. അപ്പോൾ ആമിക്കുട്ടിക്ക് ഞാൻ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. കഥകൾ കുറേ വെച്ചിട്ട് കഥകൾ പറഞ്ഞാൽ അവൾ എന്തെങ്കിലും കുറച്ച് കഴിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ TV വെച്ച് കൊടുക്കണം, ഫോൺ കയ്യിൽ കൊടുക്കണം. അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കുറേ എന്താ പറയുക തള്ളുകഥകളൊക്കെ അങ്ങോട്ട് പറയും. ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുക രാമായണമാണ്. രാമായണം കേട്ടിട്ട് അവൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല. പക്ഷെ എന്നാലും കുറേ ഡൗട്ടാണ് കേട്ടോ. അവസാനം നമുക്ക് വട്ടാവും പറഞ്ഞ് രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ സീതയുടെ ആരാന്ന് ചോദിക്കുന്നു പറയില്ല. അതുപോലെയാണ് അവസാനം ഉണ്ടായത്. അവളെ അടുത്ത് ചോദിക്കും രാമൻ ആരാ സീത ആരാന്നൊക്കെ. ആമി ക്യാമറ എവിടെയാ? ആമി എവിടെ? അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഒരുങ്ങിയതേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ചേട്ടൻ കുറച്ച് ദേഷ്യത്തിലാണ്. എന്നാലും സാരമില്ല, നമ്മൾ കുറച്ച് ടൈം എടുത്തു വിട്ട ഡ്രസ്സൊക്കെ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ആമിക്കുട്ടിക്ക് ഞാൻ തേച്ച് വെച്ച ഡ്രസ്സൊന്നല്ല അവൾ ഇട്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെയായിട്ട് അവളുടെ ഇഷ്ടത്തിനുള്ള ഒരു സ്കേർട്ടും ടോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. തപ്പി പിടിക്കാനായിട്ട് കുറച്ച് നേരം എടുത്തു. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വാശിയാണ്. ഇപ്പോൾ തുടങ്ങിയ കിടാവ് അങ്ങനെയാണ് കേട്ടോ. ചെറുതിലെ തുടങ്ങിയ അവളുടേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതേ അവൾക്ക് പറ്റുള്ളൂ, നമ്മളെ പോലെ ഒന്നല്ല. അങ്ങനെ കിടാങ്ങളുടെ ഒക്കെ ഓരോ കാര്യങ്ങളെ. അങ്ങനെ നമ്മൾ നേരെ ത്രിപുര ക്ഷേത്രത്തിലേക്കിട്ടാണ് പോണത് കേട്ടോ. അവിടെ ഉച്ചവരെ ഉള്ളതാണ് എൻ്റെ ഒരു സമാധാനം. അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ നല്ല തിരക്ക്. ഞങ്ങൾക്ക് എത്ര തിരക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് പാർക്കിംഗ് ഒന്നും കിട്ടാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ കിടന്നു കേട്ടോ പാർക്കിങ്ങിൽ. അങ്ങനെ ഒരു കണക്കിന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്പേസ് കിട്ടി. കുറേ നേരം കിടന്നിട്ടാണ് സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആമിക്കുട്ടി ക്യൂവിൽ നിന്നിട്ട് ഓരോ കുട്ടികളൊക്കെ കാണിക്കാം, മണലിലൊക്കെ കളിക്കാം, മണലിൽ തെറിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറുമ്പാണ് ആമിക്ക്. ഒരു ഭാഗത്ത് നിൽക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. എന്നാലും എനിക്ക് ഒരു സമാധാനമുണ്ട്. കുഴപ്പമില്ല, കുറുമ്പൊന്നും എടുക്കില്ലായിരിക്കും, ആൾക്കാരുണ്ടല്ലോ നോക്കാനായിട്ട്. അങ്ങനെ ആമിക്കുട്ടി കണ്ട് ഓടിക്കൊണ്ട് കിടക്കുകയാണ്. ഞങ്ങൾ മീനൂട്ട് വഴിപാടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആമിക്കുട്ടിക്ക് മീനുകളെ കാണണമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നുണ്ട്. നിറച്ച് മീനുണ്ട്, കുറേ ആളുകളുണ്ട് വഴിപാട് ചെയ്യാനായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ആമിക്കുട്ടി തിക്കി തിരക്കി അവിടെ പോയി താഴെ പോയി നിന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അവൾക്കും ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ നടന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കുറേ നേരം നിന്നു. അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് തൊഴുതതേ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി വേറെ കുറേ അമ്പലങ്ങളിലോട്ടൊക്കെ പോകട്ടെ. പിന്നെ പുറത്തുള്ള ഹനുമാൻ്റെ ക്ഷേത്രം അവിടെയൊക്കെ നമ്മൾ തൊഴുത്. ഇനി ഞാൻ എല്ലായിടത്തും ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാഞ്ഞത്. പിന്നെ ശരിയല്ലല്ലോ, കുറേ പേരൊക്കെ ഉണ്ടല്ലോ, അത് കരുതിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തില്ല. പിന്നെ വേറെ കുറേ അമ്പലങ്ങളിലൊക്കെ പോയി നമ്മൾ ഫൈനലി ഫുഡൊക്കെ വാങ്ങി. ലഞ്ചൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ കുറുക്കഞ്ചേരി അൽറീമിൽ നിന്നും മന്തി വാങ്ങിയിട്ടോ. ബീഫ് മന്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് മന്തി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ്, നല്ല ടേസ്റ്റിയാണ് അവിടെ നിന്ന് വാങ്ങുന്ന ഫുഡൊക്കെ. പിന്നെ എന്താ പറയുക, അഫോർഡബിൾ ആണ് കേട്ടോ മന്തിയൊക്കെ, നല്ല ടേസ്റ്റിയാണ്. ആമിക്കുട്ടിക്ക് ഇതിൽ ആ കച്ചമ്പറൊക്കെ ഉണ്ടല്ലോ, അതായത് സാലഡൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. മയണൈസ് അവൾക്ക് ജീവനാണ് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ അധികം കൊടുക്കാറില്ല, കുട്ടികൾക്ക് നല്ലതല്ലല്ലോ. പിന്നെ ബീഫ് ആകുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെ പീസാണ്.
മീറ്റ് ആയതുകൊണ്ട് നല്ല പോലെ വേവിച്ച് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അവൾക്ക് കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ. എരിവും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഇങ്ങനത്തെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ ആമിക്കുട്ടി നല്ല മിടുക്കത്തിയൊക്കെയാണ് കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അവൾ കഴിക്കും, പക്ഷെ ആ ഹോള് മുഴുവൻ നിറയ്ക്കും കേട്ടോ. നമ്മൾ ഹോളിൽ ഇരുന്നിട്ടാണ് കഴിക്കണത്. കാരണം ഞാൻ 2 മൂവി ഞാൻ നേരത്തെ പറഞ്ഞില്ല ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് വെച്ച് കാണാമെന്ന് കരുതിയിട്ട് ഹോളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഹലോ, അങ്ങനെ നമ്മൾ ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം മയങ്ങിയിട്ടോ. ഒന്ന് മയങ്ങി അതിന് ശേഷം നമ്മളിപ്പോൾ ഒരു മൂവി കാണാനിരിക്കുകയാണ്. ഗഗനചാരി എന്ന് പറഞ്ഞൊരു മൂവിയാണ് കേട്ടോ. അല്ലാമി മൂവി ഞാൻ മുഴുവനായിട്ട് കാണാനായിട്ട് ഇരുന്നില്ല കേട്ടോ. പകുതി കണ്ട് അവിടെ വെച്ച് നിർത്തി ബാക്കിയുള്ള എൻ്റെ പരിപാടികളിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ കടന്നു. കാരണം മൂവി അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. വേറെ ഒരെണ്ണം കൂടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് നൈറ്റ് കാണണം. ഇനി ഇതുപോലെ ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. കുറേ തുണി നമ്മൾ കഴുകാനായിട്ടുണ്ടായിരുന്നു. ഇന്നും സൺഡേ അല്ല, എല്ലാ ആഴ്ച സൺഡേ ആണ് നമ്മൾ തുണികൾ കഴുകലും പരിപാടികളൊക്കെ, അലക്കലും തുടയ്ക്കലും അങ്ങനെയുള്ള ക്ലീനിങ്ങും ഒക്കെ. ആമിക്കുട്ടി ഇതുപോലെ എൻ്റെ കൂടെ തുണിയിടാനായിട്ട് വരും കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചാടി കളിച്ചുകൊണ്ടിരിക്കും. എനിക്കത് കാണുമ്പോൾ പേടിയാണ്. എൻ്റെ നിന്ന് കുറേ വഴക്ക് കേൾക്കൂട്ടാം. കാരണം ഞാൻ അവിടെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുറേ കടങ്ങളൊക്കെ ഇതുപോലെ വീണിട്ടൊക്കെ വരുന്നത് കാണാം, പേഷ്യൻസിനെ കാണാം. അപ്പോൾ നമുക്കൊരു ടെൻഷനാണ്, എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ. അവളാണെങ്കിൽ ഒരു ഭാഗത്ത് നിൽക്കില്ല. അപ്പോൾ അതേ നമ്മൾ കുറേ തുണികൾ ഇടാനുണ്ടായിരുന്നോട്ടെ. വെറുതെ എൻ്റെ നെറ്റ് പോയി ഞാൻ ആ മൂവി ഡൗൺലോഡ് ചെയ്തിട്ട് ഇനി അടുത്തത് എന്താകുന്ന അറിയില്ല കേട്ടോ. അതൊരു തെലുങ്ക് മൂവിയാണ്. നമ്മുടെ ചുട്ടമല്ലി ആ പാട്ടൊക്കെ ഇല്ലേ, അതിലത്തെ ആ മൂവിയാണ്. ആമിക്കുട്ടി ഇവിടെ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞു. നല്ല ഇരുട്ടായിട്ട് പെട്ടെന്ന് ഇരുട്ടാകുന്നുണ്ട്. ഇനി നമുക്ക് വിളക്ക് വയ്ക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ആമിക്കുട്ടീനെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, പുറത്തേക്ക് ഇറങ്ങി കിട്ടിയതല്ലേ. അങ്ങനെ എന്തെങ്കിലും നമ്മൾ വിളക്കൊക്കെ വെച്ച് കൈയും കാലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ച് തൊഴാനിരിക്കുകയാണ് കേട്ടോ. ആമിക്കുട്ടീനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം വരാൻ പറഞ്ഞിട്ട്. അവൾക്ക് തൊഴാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. ചെറുതിലിങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്തോളൂല്ലോ. പിന്നെ നമ്മൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചാളയാണ് ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. വറക്കാനായിട്ട് വാങ്ങിയതാണ്. അത്യാവശ്യത്തിന് വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ മീൻ നന്നാക്കുമ്പോൾ ഭയങ്കര ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അത് ചെതമ്പലൊക്കെ പുറത്തോട്ട് പോവാണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറേ വെള്ളം എടുക്കും ഒരു വട്ടയിൽ. എന്നിട്ട് മീൻ താഴ്ത്തി വെച്ചിട്ട് ചെതമ്പൽ കളയാം കേട്ടോ. അപ്പോൾ ഒരു ചെതമ്പൽ പോലും പുറത്തോട്ട് പോയില്ല, വൃത്തികേടാവില്ല, സ്മെല്ലൊന്നും വരില്ല കേട്ടോ. പിന്നെ കുറച്ച് ചൂടുള്ള ക്ലീൻ ചെയ്ത് കൊടുത്ത് ഒഴിച്ച് നമ്മളൊന്ന് തേച്ച് കഴിക്കുക. ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയിട്ട് ഞാൻ ഗൾഫിലുള്ളപ്പോൾ ഇങ്ങനെ ചെയ്യാറ്. ആ ബേസിനിലൊന്നും ചതമ്പിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. നല്ലോണം വെള്ളം എടുത്തിട്ട് താഴ്ത്തി വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലോണം വരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരിഞ്ഞിട്ട് ഫുള്ള് വറക്കാനായിട്ടാണ്. അപ്പോൾ 2 ദിവസത്തേക്ക് നമുക്കിത് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട്. എല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. നാളേക്കുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. നൈറ്റിക്ക് നമുക്ക് വേറെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. കാലത്ത് വാങ്ങിയ മന്തി ഉണ്ടല്ലോ, അത് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യാനെടുത്ത കത്തിയും കത്തിരിക്കയും സംഭവങ്ങളും ഒക്കെ ഞാൻ നല്ലോണം സോപ്പിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ബേസൻ ഒന്ന് തുടച്ച് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്ക് മീനൊക്കെ പുറത്ത് നന്നാക്കാനുള്ള സൗകര്യം ഇല്ല, നൈറ്റ് പ്രത്യേകിച്ച് ഇല്ല കേട്ടോ. പകലാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ചോറ് ഞാൻ നാളത്തേക്കുള്ളതാണ് കേട്ടോ. അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തെർമൽ കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുക. പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ എനിക്ക് ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ കാലത്ത് എണീക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് വേഗം പറ്റാവുന്ന പണികളൊക്കെ തീർത്ത് വയ്ക്കാനായിട്ട് നോക്കുകയാണ്. പിന്നെ നമ്മുടെ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്ന മന്തി ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് നമ്മൾ വാങ്ങിയത്, അതൊന്ന് ആവി കയറ്റുന്നുണ്ട് കേട്ടോ. അതാണ് തിരിക്കൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ചൂടോടെ കഴിക്കാനാണെങ്കിൽ ടേസ്റ്റാണ്. മയണൈസും കാര്യങ്ങളൊക്കെ ഞാൻ കളയും കേട്ടോ, എടുത്ത് വെക്കാറില്ല. അപ്പോൾ നമുക്ക് ആ റൈസ് മാത്രമേ കഴിക്കാനായിട്ടുള്ളൂ. പിന്നെ കുറച്ച് ബീഫിൻ്റെ പീസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആമിക്കുട്ടിക്കും എനിക്കും ചേട്ടനും അത് മതി. ഞങ്ങൾക്ക് മന്തിയൊക്കെ വാങ്ങി, ഒരു മന്തി വാങ്ങി കഴിഞ്ഞാൽ 2 നേരത്തേക്ക് ഉണ്ടാവും കേട്ടോ. ഒരു മന്തിയല്ല, ഹാഫ് മന്തി വാങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്കും കഴിക്കാനുണ്ടാകും, അതുപോലെ നൈറ്റും കഴിക്കാനുണ്ടാകും. ആരും അധികം ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നവരെന്നല്ല. അപ്പോൾ 2 നേരത്തേക്കുള്ളത് അത് തന്നെ ഉണ്ടാകും. പിന്നെ കുറച്ച് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് നാളത്തേക്ക് കറി വയ്ക്കാനായിട്ട്. ആമിക്കുട്ടിക്ക് കൊണ്ടുപോകണം, ചേട്ടനും എനിക്കൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ നമുക്ക് ചോപ്പർ ഉണ്ടല്ലോ, ആ ഒരു ധൈര്യമാണ് എനിക്ക്. എന്തും അരിയാൻ ഞാൻ അപ്പോൾ ചോപ്പറിലാണ്. അതുകൊണ്ട് വേഗം നമ്മുടെ പണികൾ കഴിയും. ഭയങ്കര ടൈം സേവറാണ് കേട്ടോ. നമുക്ക് ടൈം കുറേ സേവ് ചെയ്യാം ഈ ഒരു സംഭവത്തിൽ അരിഞ്ഞെടുക്കും. അല്ലെങ്കിൽ നമ്മളങ്ങനെ ക്യാരറ്റൊക്കെ അരിഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ എന്തോരം ടൈം എടുക്കാമെന്നറിയോ. അപ്പോൾ കണ്ടോ, ഇതിലാവുമ്പോൾ ഇങ്ങനെ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതും ഞാൻ ബോക്സിലാക്കി എടുത്തു വെക്കും കേട്ടോ. അതുപോലെ സവാള അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ബോക്സിലാക്കി എടുത്ത് വെക്കും. എനിക്കിങ്ങനെ ഇപ്പോൾ ആമിക്കുട്ടിക്ക് കൊണ്ടുപോകാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇഡലി, ദോശ അങ്ങനത്തെ ഒക്കെ കൊടുക്കുന്ന സമയത്ത് മാവ് ഉണ്ടാക്കുമല്ലോ, അതൊരു 4 ദിവസത്തേക്ക് ഉണ്ടാകും. അതിൽ ഞാൻ ആദ്യത്തെ 2 ദിവസം ഇഡലി ഉണ്ടാക്കും, പിന്നെ 2 ദിവസം ദോശ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ആമിക്കുട്ടിക്ക് കൊടുത്തയക്കാറ് കേട്ടോ. അവൾക്ക് ഇടയ്ക്ക് അത് തിന്ന് അവൾക്ക് മടുക്കും. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് ആക്കും. അങ്ങനെ മാറ്റി കളിക്കും കേട്ടോ. അപ്പോൾ അതേ ഇത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ. ഇതുപോലെയുള്ള ബോക്സുകൾ ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് ബോക്സ് നാളെ പൊട്ടിപ്പോയിന്ന് ഞാൻ മീനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഫ്രീസറിൽ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കൊണ്ടുവരലിൻ്റെ കയ്യിൽ നിന്ന് വഴിക്കിട്ട് നിലത്ത് വീണ് അത് പൊട്ടിയിട്ടോ. നല്ല ബോക്സായിരുന്നു.
പിന്നെ ഇതിൽ കണ്ടോ നമ്മൾ നാളികേരം ചെരുകി ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ആമിക്കുട്ടിനെ പഠിപ്പിക്കാനായിട്ട് ഇരിക്കുകയാണ്. ആമിക്കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ പഠിക്കാനായിട്ട് ഭയങ്കര മടിയാണ്, അവൾക്ക് കളിച്ച് നടക്കാനാണ് ഇഷ്ടം കേട്ടോ. പാട്ട് പാടാനൊക്കെ ആൾക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വഴി എടുക്കേണ്ടി വരും കേട്ടോ അവസാനം. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്, ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കിട്ടുള്ളൂ കേട്ടോ. നമ്മളിത് നേരത്തെ ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിയിട്ടുണ്ടായിരുന്ന ടേബിളാണ്. സ്റ്റഡി ടേബിൾ എന്ന് പറയാൻ പറ്റില്ല, ലാപ്ടോപ്പ് ടേബിളാണ്. അപ്പോൾ അത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പോർട്ടബിളാണ്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ വേണ്ടവർക്കും. നാളെ മോർണിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ കോട്ടൊക്കെ തേച്ചെടുത്ത് വെക്കാൻ കേട്ടോ. ഇപ്പോഴേ ബാഗിലെടുത്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പണികളില്ലല്ലോ. പിന്നെ ആമിക്കുട്ടിക്ക് കുറച്ച് മന്തി വാരി കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ മൂവി കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ദേവര എന്ന് പറയുന്ന മൂവി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ലാത്ത മൂവിയാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.